ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റിച്ചിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങാണ്. ഞാനത് പകുതി വരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഒരു വീഡിയോ പോലെ എടുത്താലോന്നു. അത് നമ്മൾ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു പെപ്ലം ടോപ്പാണ്. ഓർഡറൊന്നും വന്നതല്ല. അപ്പോൾ അത് തീരാറായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഓർഡറുള്ള പെപ്ലം ടോപ്പ് ഉണ്ട്, അതും കൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഇതാണ് ഞാൻ പകുതിയോളം ചെയ്ത് വെച്ചേക്കുന്ന ഒരു പെപ്ലം ടോപ്പ്. ഇതിൻ്റെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി താഴെയും കൂടെ മടക്കി അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്കൈ ബ്ലൂ പെപ്ലം ടോപ്പാണ് ചെയ്യേണ്ടത്. അത് ഫുൾ സ്ലീവൊക്കെ വരുന്നതാണ്, കുറച്ചുകൂടെ തയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിലോട്ട്. അപ്പോൾ നമ്മളത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹെം ചെയ്ത് കൊടുത്തിട്ട് ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് പെപ്ലം ടോപ്പ് തന്നെയാണ്. ഇത് നമുക്കൊരു ഓർഡർ ഉള്ളതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറേ എൻക്വയറി വന്നായിരുന്നു, പക്ഷേ മെറ്റീരിയൽ തീർന്നു പോയായിരുന്നു. പക്ഷേ പിന്നെയും മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർ DM ചെയ്താൽ മതി. അപ്പോൾ ഞാനത് പാറ്റേൺ വെച്ചിട്ട് ട്രേസ് എടുക്കുവാണ്. ഒരു സ്മോൾ സൈസിലുള്ള പെപ്ലം ടോപ്പാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ട്രേസ് എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്മോൾ സൈസ് പാറ്റേണിൽ തന്നെ നമുക്ക് എക്സസും കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് സീം അലവൻസ് കൂട്ടിയിട്ട് മീഡിയം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ടോപ്പിൻ്റെ കൂടെ തന്നെ വേറൊരു ടോപ്പും കൂടെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്താണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ടാണ് ടോപ്പ് കട്ട് ചെയ്യണത്. പിന്നെ ഞാൻ പരാഗിൽ പോകുന്നൊരു വീഡിയോ ആണിത്. ഇത് ഞാൻ പല ദിവസമായിട്ട് എടുത്തൊരു വ്ളോഗാണ്. പരാഗിൽ കുറച്ച് മെറ്റീരിയലൊക്കെ നോക്കാനായിട്ട് വേണ്ടി പോയതാണ്. ചേർത്തല പരാഗിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് എവിടെയാണ് കടയെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ മാപ്പൊക്കെ ഇട്ട് പോയി. കുറേ മെറ്റീരിയൽസ് ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട്, അത്യാവശ്യം റേറ്റും ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു പർപ്പിൾ കളർ മെറ്റീരിയലും പിന്നെ ആ ഒരു ഓഫ് വൈറ്റിൽ യെല്ലോ വരുന്ന ആദ്യം കാണിച്ച വീഡിയോയിലെ മെറ്റീരിയലുമാണ് കുറേ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇൻസ്റ്റയിലൊരു പോൾ പോലെ ഇട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേരും അതാണ് പറഞ്ഞത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് അതായതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. പിന്നെ അടുത്തൊരു മെഷീൻ കട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ തിരക്കാനായിട്ട് അങ്ങോട്ടൊന്ന് പോയി. പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ആണിത്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തില്ല, അതൊക്കെ മറന്നുപോയി. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇതാണ് ബ്ലൗസ്. സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് വരുന്ന ബ്ലൗസാണ്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എനിക്കൊരു ബർത്ത്ഡേ ഡ്രസ്സ് തയ്ക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു കോർസെറ്റ് ഡ്രസ്സ് തയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി തന്നെയാണ് പാറ്റേൺ ഞാൻ കട്ട് ചെയ്തത്. എന്നിട്ട് കുറേ ടൈം എടുത്തു കോർസെറ്റൊന്ന് തയ്ക്കാൻ. ഡ്രസ്സ് ഞാൻ തയ്ച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഡ്രസ്സൊക്കെ തയ്ച്ച് വെച്ചു. ഞാൻ മെയിനായിട്ട് കോർസെറ്റ് ഡ്രസ്സ് തയ്ക്കാൻ തന്നെ കാരണം പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോർസെറ്റ് ഗൗണാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരെണ്ണം ട്രയൽ നോക്കാൻ ഓർത്താണ് ഈ ഒരു കോർസെറ്റ് ഫ്രോക്ക് തന്നെ തയ്ക്കണേ. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വേസ്റ്റ് തുണിയിലിങ്ങനെ കോർസെറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയായിരുന്നു, പാഡ് വെക്കാതെ റഫായിട്ട്. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ കിട്ടി. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇതിലും ചെയ്യണേ. ശരിയാകുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ്. കുറേ ഹാൻഡ് വർക്കുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ധൃതി പിടിച്ച് രാത്രി ഇരുന്നാണ് ചെയ്യണേ. അപ്പോൾ കുറേയൊക്കെ അമ്മയും ഹെൽപ്പ് ചെയ്തായിരുന്നു, ഉപ്പാമ്മയും ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തു. ഫ്രണ്ടിൽ മൊത്തവും ബീഡ് വർക്കായിരുന്നു വരുന്നത്. അതുകൊണ്ട് ഒരാഴ്ച ഉറക്കമില്ലാണ്ടാണ് ഇത് ചെയ്ത്. ഡ്രസ്സിൻ്റെ യോക്ക് പോർഷനിൽ നമ്മൾ ബോണിങ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ കുറച്ച് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റൽസും കട്ട് ബീഡും സീക്വൻസും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ തീം വരുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ ആ തീം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ കയ്യിലിടാൻ നെറ്റ് കൊണ്ട് ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് തയ്ച്ചിട്ട് ശരിയാവണേ. അങ്ങനെയല്ല, ആദ്യം തെറ്റിപ്പോയി, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ശരിയായി. തലേ ദിവസം ഇരുന്നാണ് ഇതൊക്കെ സെറ്റാക്കിയത്. പിറ്റേ ദിവസമാണ് നമുക്ക് ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ആദ്യം 3 പേരാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് റീലൊക്കെ ഇടാൻ വേണ്ടി വീഡിയോസൊക്കെ എടുത്തു ഡ്രസ്സിൻ്റെ. ഇതാണ് റെഡാണ് എൻ്റെ, ഗോൾഡ് തീം മനീഷയുടെ, സിൽവർ അനുവിൻ്റെ. ഷൂട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല. ഇത് പിറ്റേ ദിവസമുള്ളൊരു വർക്കാണ്. നേരത്തെ കാണിച്ച ആ സ്കൈ ബ്ലൂ പെപ്ലം ടോപ്പ് ഓർഡർ ചെയ്ത ആൾ തന്നെയാണ് ഈ ഒരു ടോപ്പ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ അവർക്ക് വേണ്ടി തന്നെ എടുത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഫുൾ സ്ലീവ് പെപ്ലം ടോപ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണേ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞു.
പിന്നെ അതിൽ കുറച്ച് ഹെമ്മിങ്ങും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്. എനിക്ക് കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. അല്ലാണ്ട് നിലത്ത് വിരിച്ചിട്ടിട്ട് അത്രയും ഭംഗി തോന്നണില്ല. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. ഇത് അവർ തന്നെ തുണി എടുത്തുകൊണ്ട് തന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് യോക്ക് പോർഷനിൽ ഒരു ചെറിയ പ്ലേറ്റ് പോലെ വന്നിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത്തരം ടോപ്പ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് ഒന്ന് DM ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. താങ്ക്